സഹോദരങ്ങളെ, സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ. ഇത് പോരൂർക്കര ജുമാ മസ്ജിദാണ്. ഒരുപാട് സ്ഥലം ഉള്ള ഒരു നല്ലൊരു മസ്ജിദാണ്. ഇവിടുത്തെ ആളുകൾക്ക്, ഇവിടുത്തെ കമ്മിറ്റിക്കാരായാലും ഇവിടുത്തെ മോസിനായാലും എന്തൊരു നല്ല സ്വഭാവമാണ് അവർ. വളരെ നമ്മളെ അറിയൊന്നുമില്ല, ഒരു വീഡിയോകളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവർ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുകയാണെന്ന് അറിഞ്ഞപ്പോൾ മോസിൻ പറഞ്ഞു, നിങ്ങൾ വേറെ എവിടെയും പോകണ്ട, നിങ്ങൾക്കിത് ഇവിടെ സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്, എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം, പുറത്തോ അകത്തോ ഇനി മസ്ജിദിൻ്റെ അകത്തോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇതിൻ്റെ ബാത്റൂം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വളരെ ഒരു എയർപോർട്ടിൽ, ഇപ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലൊക്കെ എങ്ങനെയാണോ ഉള്ളത് അതേപോലെയാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആർക്കും വന്ന് ഉപയോഗിക്കാം. അത് ഹൈവേയുടെ തൊട്ടടുത്താണ് ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെയാണ്, കണ്ടില്ലേ, ഒരു മസ്ജിദിൻ്റെ ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇത്ര വളരെ ക്ലിയറായിട്ടാണ് അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ബാത്റൂമോ കുളിക്കോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇവിടെയാണ്. പക്ഷേ ഇന്ന് അപ്പോൾ കരുനാഗപ്പള്ളിയിലൊരു മസ്ജിദും അവിടുത്തെ ആളുകളും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ എത്താൻ പറ്റില്ല, പോരൂർക്കര വരെ എത്തിയുള്ളൂ. ചിലപ്പോൾ അവർ വിളിക്കാൻ വരും. വിളിക്കാൻ വന്നാൽ അങ്ങോട്ട് പോകണം. അത് കണ്ടില്ലേ, നല്ല ക്ലിയറായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു നല്ലൊരു കുളമുണ്ട് ഈ സൈഡിൽ, അതിൽ മീൻ വളർത്തുന്നത് ഇതൊക്കെയുണ്ട്. പിന്നെ അതുപോലെ ആ സൈഡിൽ അതുപോലെ നല്ല ഇത് കുറേ കുട്ടികൾ ഇവിടെ ഹിഫ്ല് പഠിക്കുന്ന ഉണ്ട്. അതുപോലെ പള്ളിയുടെ ഉൾഭാഗത്ത് കുറേ അങ്ങോട്ട് പോകാനുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ വലിയൊരു ജമാഅത്താണ് ഇത്. നല്ല ക്ലിയറായി നല്ല നീറ്റായിട്ട് ഇവർ നോക്കുന്നുണ്ട്. അതുപോലെ എവിടെ വേണമെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ ഇവിടെ പള്ളി ഇതുണ്ട്, ഫാനുണ്ട്. അതുപോലെ അകത്ത് ഇവിടെയും സ്ഥല സൗകര്യമൊക്കെ ഉണ്ട്. അതിനപ്പുറത്ത് മെയിൻ പള്ളി ഇതാണ്, അത് അടച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. കുട്ടികൾ മുകളിൽ ഒരു റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഈ സ്ഥലം. പിന്നെ വേറെ കാര്യം പ്രധാനപ്പെട്ടത് പറയാനുണ്ട്. ഈ പള്ളിയിലിവിടെ ഒരു ബോർഡ് കണ്ടു, ഇനാഗുറേറ്റഡ് ഓൺ 14th March 1991. അപ്പോൾ ആ സമയത്തായിരിക്കും ഈ പള്ളി പുതുക്കി പണിതിട്ടുണ്ടാവുക. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ മോസിനൊരു കഥ പറഞ്ഞു തന്നു. ഞാൻ ആ മോസിനോട് പറഞ്ഞു, ഇന്നിവിടെ എനിക്കിവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അതോ ഇവിടെ പള്ളിയുടെ ഗേറ്റ് അടയ്ക്കുമോ, അതോ മെയിൻ ഡോർ അടയ്ക്കുമോ, എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടാവുമോ, ഇല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ മോസിനൊരു കഥ പറഞ്ഞു തന്നു. അതായത് ഇബ്രാഹിം നബിയുടെ കഥയാണ് അദ്ദേഹം പറഞ്ഞത്. ഇബ്രാഹിം നബിയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു യാത്രക്കാരൻ വന്നു. അപ്പോൾ യാത്രക്കാരൻ്റെ വേഷവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു അഗ്നി ആരാധകനാണ് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ആ അഗ്നി ആരാധകൻ ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഞാനൊരു യാത്രക്കാരനാണ്, എനിക്ക് ഒരു ദിവസം ഇവിടെ താമസിക്കാൻ അനുവാദം തരണം. അപ്പോൾ ഇബ്രാഹിം നബി നോക്കിയപ്പോൾ ദൈവത്തെ ആരാധിക്കാത്ത ഒരു മനുഷ്യനാണ്. അപ്പോൾ ഞാനെന്തിനാ അദ്ദേഹത്തിന് ഇടം കൊടുക്കണം എന്ന് കരുതി അദ്ദേഹത്തിന് ഇടം കൊടുത്തില്ല. അപ്പോൾ അത് അദ്ദേഹം ഒരു 10-60 വയസ്സുള്ള ഒരാളായിരുന്നു. അയാളങ്ങനെ ഇടം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അതുകൊണ്ട് അയാളങ്ങനെ നടന്നു പോവാണ്. ആ സമയത്ത് അന്നൊക്കെ നബിമാർക്ക് വഹി വരും, അതായത് ദൈവത്തിങ്കൽ നിന്നുള്ള സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സന്ദേശം വന്നു. ഇപ്പോൾ വന്ന ആൾക്ക് 60 വർഷം, വന്ന ആൾ 60 വർഷമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളാണ്. ഈ 60 വർഷമായിട്ടും ദൈവത്തെ ആരാധിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. എന്നിട്ടും ഞാൻ അവന് ജീവൻ നൽകി, അന്നം നൽകി, വായു നൽകി, ഭക്ഷണം നൽകി, വെള്ളം നൽകി, എല്ലാ സൗകര്യങ്ങളും നൽകി അവനെ ഞാൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പോലും നിനക്ക് അയാളെ സംരക്ഷിക്കാൻ സാധിച്ചില്ലേ എന്നൊരു ചോദ്യം. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഇബ്രാഹിം നബി ഓടി പോയി അദ്ദേഹത്തിന് ക്ഷമ പറഞ്ഞ്, തെറ്റ് പറഞ്ഞ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നീട് എന്നെ ഇങ്ങനെ കൊണ്ടുവരാൻ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, താങ്കൾക്ക് 60 വർഷമായിട്ട് അന്നവും വെള്ളവും അതുപോലെ വായുവും ജീവിത സൗകര്യങ്ങളും ജീവനും ശരീരവും ഒക്കെ നൽകിയ നാഥൻ, ഒരിക്കൽ പോലും നിങ്ങൾ ആ നാഥനോട്
പ്രാർത്ഥിക്കുകയോ ആ നാഥന് വേണ്ടി നമസ്കരിക്കുകയോ ചെയ്യാത്ത നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെയ്തു തരുന്ന ആ നാഥൻ ഒരു ദിവസം ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരാത്തതിൽ എന്നോട് കോപിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു പുനർചിന്തനം ഉണ്ടാവുകയും യഥാർത്ഥ നാഥനെ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ് ആ കഥ. അപ്പോൾ ഇതിപ്പോൾ എല്ലാ മസ്ജിദിലും അതുപോലെ എല്ലാ അധ്യാപകർക്കും എല്ലാ പള്ളി പരിപാലകർക്കും ഈ കഥയൊന്നും അറിഞ്ഞുകൊള്ളുന്നില്ല. പക്ഷേ ഈ കഥ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും എന്നെനിക്കും തോന്നി.